ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസത്തിൽ ഓർക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഫത്ഹ് മക്ക, മക്ക വിജയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയും മദീനയിൽ 10 വർഷം താമസിക്കുകയും അവിടെ വെച്ച് വഫാത്താവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് മക്കയോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഉള്ളത് കൊണ്ടായിരുന്നില്ലെന്നും മറിച്ച് അവിടെ തുടരാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം പ്രവാചകൻ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും നമുക്കറിയാം. പോകുന്ന വഴിക്ക് പ്രവാചകൻ മക്കയോട് വളരെ വൈകാരികമായി 1-2 പ്രതികരണം നടത്തുന്നുണ്ട്. മക്കയുടെ ബോർഡറിലെത്തി പ്രവാചകൻ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, ഓ മക്കേ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നിന്നിൽ തന്നെ താമസിച്ച് മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നിൻ്റെ ജനത എന്നെ അവിടെ താമസിക്കാൻ, എന്നെ അവിടെ പൊറുപ്പിക്കാൻ സന്നദ്ധരല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകേണ്ടി വരുന്നത്. ഞാൻ ജനിച്ച, ഞാൻ വളർന്ന നിൻ്റെ മണ്ണ് എനിക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. മദീനയിലെത്തി പ്രവാചകൻ തൻ്റെ മദീനയിലെത്തിയ ഉടനെയുള്ള ബാലാരിഷ്ടതകളൊക്കെ പിന്നിട്ട് അവിടെ തൻ്റെ സ്വപ്നത്തിലുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന് പ്രവാചകൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മക്കയിൽ അതിൻ്റെ അലയൊലികളുണ്ടായി. വൃദ്ധ നേതൃത്വങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഒഴിയുകയും യുവാക്കൾ വളർന്നു വരികയും ചെയ്തപ്പോൾ മക്കയിൽ മദീനയിലുള്ള വൈജ്ഞാനികമായ മുന്നേറ്റത്തെക്കുറിച്ച്, പ്രവാചകന്റെ സന്ദേശത്തെക്കുറിച്ചൊക്കെ അവിടെയുള്ള യുവാക്കൾ അറിയുകയും അവർ ഒറ്റയും തെറ്റയുമായി പ്രവാചകനെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ മദീനയിൽ തൻ്റെ മക്കയിൽ നിന്നുള്ള ശിഷ്യന്മാരെ സ്വീകരിക്കുകയും അവരോട് താൻ പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ മെല്ലെ മെല്ലെ മക്കയിലും പ്രവാചകൻ അനുയായികളുണ്ടായി. മക്കയിൽ നിന്ന് ആട്ടിപ്പായിച്ച തങ്ങളുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ മുൻതലമുറ ആട്ടിപ്പായിച്ച ആൾ അങ്ങനെ ആട്ടിപ്പായിക്കപ്പെടേണ്ട അല്ലെന്നും തങ്ങൾക്ക് ദിശാബോധം നൽകേണ്ടുന്ന ഗുരുവാണെന്നും പുതിയ തലമുറ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പ്രവാചകന് മക്കയിൽ ആളുണ്ടായി തുടങ്ങുന്നത്. ഏതാണ്ട് ഹിജ്റ 6-7 വർഷങ്ങളാകുമ്പോഴേക്കും മക്കയിൽ നിന്ന് തുരുതുരാ ആളുകൾ മദീനയിലേക്ക് വരാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നു അബ്ബാസ് എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ പിതൃവ്യൻ. അബ്ബാസ് കുടുംബത്തോടൊപ്പമാണ് വന്നത്. വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങൾ മക്കയിലേക്ക് വരണം. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ജനത അവിടെയുണ്ട്. നിങ്ങളെ കേൾക്കാൻ കൊതിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കൊക്കെ മദീനയിലോട്ട് വരാം, പക്ഷേ എല്ലാവർക്കും മദീനയിലോട്ട് വരാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മക്കയിലേക്ക് വരണം. പ്രവാചകൻ ഒരു പുഞ്ചിരിയോടെ പ്രതികരണമൊന്നുമില്ലാതെ അത് സ്വീകരിച്ചു.
പിന്നീട് വന്നത് ബുദൈൽ ബിൻ വർക്ക എന്ന് പറയുന്ന ഒരു ഗോത്ര നേതാവാണ്. അദ്ദേഹം വന്ന് പ്രവാചകനോട് പറഞ്ഞു, നിങ്ങളിനി മക്കയിലേക്ക് വരാതെ തരമില്ല. മക്ക നിങ്ങൾക്കായി ദാഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വചനങ്ങൾക്കായി കൊതിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന മക്കയല്ല, ഇപ്പോൾ ആകപ്പാടെ മാറിയിട്ടുണ്ട്. അവർ ജ്ഞാനപരമായ ഒരു സാധ്യത തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വരണം. അങ്ങനെ നാനാഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ മക്കയിലോട്ട് പോകുന്നത്. അല്ലാതെ കഥകൾ പറയുന്നത് പോലെ ഒരു യുദ്ധസന്നാഹവുമായി ഒരുപാട് സൈന്യങ്ങളുമായി പോവുകയല്ല. പ്രവാചകൻ മക്കയിലേക്ക് പോകുന്നത് മക്കക്കാരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ്, അവരുടെ ക്ഷണം സ്വീകരിച്ചാണ്. അങ്ങനെ മക്കയിലേക്ക് താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞപ്പോൾ, പണ്ട് മക്കയിൽ നിന്ന് വന്ന ആളുകളും അവരുടെ കുട്ടികളും കുടുംബങ്ങളും എല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങളും വരുന്നു അങ്ങയോടൊപ്പം. അങ്ങനെയാണ് പ്രവാചകൻ ഒരു വലിയ ആളുകളുമായി, ഒരു കൂട്ടവുമായി മക്കയിലേക്ക് പോകുന്നത്. അതൊരു യുദ്ധത്തിനുള്ള പുറപ്പാടോ ഒരു സൈനികമായ നീക്കമോ ഒന്നും ആയിരുന്നില്ല. ആരുടെ കൈകളിലും ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങൾ വിട്ടുപോകുന്ന നാട് കാണാൻ വേണ്ടിയുള്ള കൊതിയോടെ പോകുന്നവരായിരുന്നു. പ്രവാചകനെ അനുഗമിക്കുന്നവരായിരുന്നു. തങ്ങളുടെ ബന്ധുക്കളെയും മറ്റും കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ പുറപ്പെട്ടവരായിരുന്നു. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ചരിത്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഗസ്വത്ത് ഫത്ഹ് മക്ക എന്നാക്കി, ഫത്ഹ് മക്ക യുദ്ധം എന്നാക്കി മാറ്റി. അങ്ങനെയാണല്ലോ, എല്ലാറ്റിനെയും യുദ്ധമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം ചെയ്തു വെച്ച, പ്രവാചകനോട് ചെയ്തു വെച്ചിട്ടുള്ള കടുത്ത അന്യായം എന്ന് പറയുന്നത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രവാചകൻ അങ്ങനെ പോയി. പ്രവാചകൻ മക്കയിലെത്തി ആരെയും ചോദ്യം ചെയ്തില്ല, ആരെയും വെല്ലുവിളിച്ചില്ല. പ്രവാചകൻ നിശബ്ദമായി ഒരു മന്ദമാരുതൻ പോലെ, ഒരു കാറ്റ് പോലെ പ്രവാചകൻ മക്കയിലേക്ക് കടന്നു. പ്രവാചകൻ തൻ്റെ പ്രേയസിയായ ഖദീജയുടെ ഖബറിനരികിൽ പോയി. എന്നിട്ട് റസൂല് പറഞ്ഞു, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. പ്രവാചകനെ കാത്ത് പലരും ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിലെ അതിഥിയാണെന്ന് പറഞ്ഞ് പലരും ഉണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ പോയത് ശ്മശാനത്തിലേക്കാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോടൊപ്പം ഈ ശ്മശാനത്തിൽ ഞാൻ തമ്പടിച്ച് വിടക്കൂടാം. അങ്ങനെ പ്രവാചകൻ അവിടെയാണ് താമസിച്ചത്. ചരിത്രം നമ്മൾ അറിയണം. ഒരു യുദ്ധപ്രഭു, ഒരു രാജാവ് ശ്മശാനത്തിലല്ലോ താമസിക്കുക. പ്രവാചകന്റെ പ്രണയം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. അങ്ങനെ അവിടെ ജന്നത്തുൽ മുഅല്ല എന്നറിയപ്പെടുന്ന ആ ശ്മശാനത്തിൽ ഖദീജയുടെ ഖബറിനരികിൽ പ്രവാചകൻ ഒരു തമ്പടിച്ച് അവിടെ കൂടി. അവിടേക്കാണ് ആളുകളൊക്കെ ചെല്ലുന്നത് പ്രവാചകനെ കാണാൻ. ആളുകൾ ഒന്നൊന്നായി വന്നു. പ്രവാചകന്റെ മുന്നിൽ അവരിരുന്നു. അവരെ പലരെയും പ്രവാചകൻ അറിയില്ല, എല്ലാം പുതിയ ചെറുപ്പക്കാരാണ്. ചോദിച്ചു, അവരുടെ പിതാക്കളെ പ്രവാചകൻ അറിയാം. പ്രവാചകനെ അവിടെ നിന്ന് ഓടിച്ചവരെ കൂട്ടത്തിലുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കൾ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങ് മദീനക്കാരുടേത് മാത്രമല്ല, ഞങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് അങ്ങക്ക് ഞങ്ങളോട് പറയാനുള്ളത് പറയണം, ഉപദേശിക്കാനുള്ളത് ഉപദേശിക്കണം. പ്രവാചകൻ തൻ്റെ സന്ദേശം അവർക്ക് പകർന്നു കൊടുത്തു. ഒരു ബാച്ച് വന്നു, അവർ പോയി, പിന്നെ അടുത്ത ബാച്ച് വന്നു. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അതൊരു തിരമാല പോലെയുള്ള ഒരു പ്രക്രിയയായി മാറി. ആളിങ്ങനെ തുടരെ പകലെന്നില്ലാതെ രാവെന്നില്ലാതെ പ്രവാചകനെ തേടി വന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട ഖദീജയോടൊപ്പം ഖദീജയുടെ ഖബറിനരികിൽ വെച്ച് കെട്ടിയ ആ ചെറു ടെന്റിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതൊരു റമദാനിലായിരുന്നു. ഹിജ്റ 8-ാം വർഷം റമദാനിലായിരുന്നു ആ സംഭവം. അങ്ങനെ വന്ന കൂട്ടത്തിൽ പലരും ഉണ്ടായിരുന്നു. വെറും യുവത മാത്രമല്ല, വൃദ്ധരും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരാളുടെ പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദ് എന്ന് പറയുന്നത് നമുക്കറിയാം, അബൂ സുഫിയാന്റെ ഭാര്യ, മുആവിയയുടെ അമ്മ. പ്രവാചകനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളുകളിൽ ഒരാൾ. അവർ വന്നിട്ട് ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു. പ്രവാചകൻ അവരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ മാറിയിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വരും. പ്രവാചകൻ അവരെ മുന്നിലേക്ക് ഇരുത്തി. എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹിന്ദ് മൗനം പാലിച്ചു. പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഹംസയെ വധിച്ചതിൻ്റെ പിന്നിൽ, ഹംസയുടെ ജഡം വികൃതമാക്കിയതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഹിന്ദ് എന്ന സ്ത്രീയാണെന്ന് അറിയാത്തവരാരുമില്ലല്ലോ. ആ ഹിന്ദാണ് പ്രവാചകന്റെ മുന്നിൽ വന്നത്. അവർ പ്രവാചകന്റെ മുഖത്തേക്ക് ഭയത്തോടെ
ആശങ്കയോടെ നോക്കിക്കൊണ്ടിരുന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, യാ ഹിന്ദ് ഹവ്വിൻ അലൈക്, കൂളായിരിക്കൂ. ഹിന്ദേ ഹവ്വിൻ അലൈക്, കൂളായിരിക്കൂ, സമാധാനപ്പെടൂ. ഫഇന്നീ ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവല്ലല്ലോ. പ്രവാചകനെ രാജാവാക്കാനും പ്രവാചകനെ ഭരണാധികാരിയാക്കാനും പ്രവാചകനെ ഒരു രാഷ്ട്രത്തിന്റെ നായകനാക്കാനും ഒക്കെ ഇസ്ലാമിനെ പൊളിറ്റിക്കലൈസ് ചെയ്ത് വ്യാഖ്യാനിക്കാനുള്ള ചിലരുടെ ശ്രമം പ്രവാചകന്റെ ഈ വാക്കിൽ അപ്പാടെ പൊളിഞ്ഞു പോകുന്നുണ്ട്. ഫഇന്നീ ലസ്തു ബിമലിക്കിൻ, ഞാനൊരു ഭരണാധികാരിയല്ല, ഞാനൊരു രാജാവല്ല. ഹവ്വിൻ അലൈക്, കൂളായിരിക്കൂ, സമാധാനമായിരിക്കൂ. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇന്നി അനബ്നു ഇംറഅത്തിൻ, ഞാനൊരു പെണ്ണിന്റെ മകനാണ്. തഅകുലു മിൻ ഖദീദി മക്ക, നിങ്ങൾ മക്കക്കാരൊക്കെ തിന്നിട്ട് വലിച്ചെറിയുന്ന ഒട്ടകത്തിന്റെ എല്ല് പോയി എടുത്ത് ഉണക്കി അത് പൊടിച്ച് അതുകൊണ്ട് അപ്പം ചുട്ടു തിന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മകനാണ് ഞാൻ. ഇന്നി ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവല്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് പ്രതികാരം ചെയ്യാനല്ല ഞാൻ വന്നിട്ടുള്ളത്. ഇദ്ഹബു അൻതും മുത്ലഖ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക. ഇതാണ് പ്രവാചകൻ ഹിന്ദിനോട് പറഞ്ഞത്, പ്രവാചകൻ ആ രാജ്യത്തോട് പറഞ്ഞത്, പ്രവാചകൻ ലോകത്തോട് പറഞ്ഞത്. ഫത്ഹ് മക്ക എന്ന് പറയുന്നത് ഒരു യുദ്ധമോ ഒരു പോരാട്ടമോ ഒന്നുമല്ല. അതിന് നമുക്ക് വേണമെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ റവല്യൂഷൻ എന്ന് പറയാം. ഒരു വൈജ്ഞാനികമായ ജ്ഞാനപരമായ വിപ്ലവമാണത്. അവിടെ വാള് പ്രവർത്തിച്ചില്ല, അവിടെ കലഹം ഉണ്ടായില്ല, അവിടെ രക്തം ചിന്തയില്ല, അവിടെ ഒന്നും വെല്ലുവിളിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ മെല്ലെ കടന്നുപോയി മക്കയിൽ തന്നെ കാത്തിരിക്കുന്നവർക്ക് മുഖം കൊടുത്തു. 3-4 ദിവസം അവിടെ താമസിച്ചതും ശ്മശാനത്തിൽ ഒരു ടെന്റ് കെട്ടി ഖദീജയുടെ ഖബറിനരികിൽ തന്നെ കാണാൻ വന്നവർക്ക് പ്രവാചകൻ ഓതിക്കൊടുത്തു. അവരെ ഉപദേശിച്ചു. തന്നെ കാണാൻ തന്നെ ആശങ്കയോടെ സമീപിച്ച ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ഞാനൊരു രാജാവായോ ഞാനൊരു ഭരണാധികാരിയായോ വന്നവനല്ല, ഞാൻ തിരിച്ച് മദീനയിലേക്ക് പോകാൻ വേണ്ടി വന്നവനാണ്. നിങ്ങളോടൊരു പ്രതികാരവും ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല, അതിനു വേണ്ടി വന്നിട്ടുമില്ല. നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, പണ്ട് ജീവിച്ചതുപോലെ ജീവിക്കണം, നിങ്ങളൊക്കെ എൻ്റെ മതത്തിലോട്ട് വാ, നിങ്ങളൊക്കെ എൻ്റെ മതം സ്വീകരിക്കണം എന്നൊന്നും റസൂല് പറഞ്ഞില്ല. റസൂല് പറഞ്ഞു, ഇദ്ഹബു അൻതും മുത്ലഖ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഇതാണ് ഫത്ഹ് മക്ക. അത് മക്കയുടെ വിജയമാണ്, പ്രവാചകന്റെ വിജയമല്ല. അത് മക്കയുടെ വിജയമാണ്. പ്രവാചകൻ മക്കയെ വിജയിപ്പിക്കുകയായിരുന്നു. അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാവരും വന്ന സമയത്ത് പ്രവാചകൻ അവരോട് പൊതുവായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിന്റെ പുത്രനാണ്. മാനവതയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രഖ്യാപനം, നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണ്, മണ്ണിൽ നിന്നുണ്ടായവരാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി, അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ അജമിൻ അലാ അസ്വദ് അലാ അറബി, അറബിയേക്കാൾ അനറബിക്കും ശ്രേഷ്ഠതയില്ല. വലാ അബിയൽ അലാ അസ്വദ്, വെളുത്തവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ അസ്വദ് അലാ അബിയൽ, കറുത്തവന് വെളുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല. ആർക്കും ആരേക്കാളും ശ്രേഷ്ഠതയില്ല. ആരും മേലെയല്ല, ആരും താഴെയല്ല. അടിമയില്ല, ഉടമയില്ല, കീഴാളനില്ല, മേലാളനില്ല, യജമാനില്ല, ദാസനില്ല. എല്ലാവരും തുല്യരായ, അവകാശമുള്ള, തുല്യമായ ആദരണീയതയുള്ള മനുഷ്യരാണ് എന്ന് പ്രവാചകൻ. മാനവതയുടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പുതിയ കാലത്ത് ഗുരു നമ്മോട് അത് പുതിയ രീതിയിൽ പറഞ്ഞു തന്നു. ലാ ഫദ്ല അലാ അറബിയിൻ അലാ അജ്മി, അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. എല്ലാ വിധത്തിലുള്ള ഭേദങ്ങളും അവസാനിച്ചു. മാനവികതയാണ് മതം, മനുഷ്യത്വമാണ് പ്രമാണം. മനുഷ്യനോളം വലിയ സത്യമില്ല. മനുഷ്യനെയാണ് പരിഗണിക്കേണ്ടത്. മനുഷ്യന്റെ സന്തോഷത്തെയാണ്, മനുഷ്യന്റെ ആനന്ദത്തെയാണ് ഉദ്ഘോഷിക്കേണ്ടത് എന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു. ഇതായിരുന്നു ഫത്ഹ് മക്കയുടെ സന്ദേശം. അല്ലാതെ ഫത്ഹ് മക്ക വേറൊന്നും ഉണ്ടായിട്ടില്ല. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ, സത്യം പുലർന്നു, മിഥ്യ തകർന്നു. മിഥ്യ തകരാനുള്ളതല്ലേ പ്രവാചകൻ പറഞ്ഞു ഖുർആനിലൂടെ. ഖുർആൻ അവർക്ക് പ്രവാചകൻ കൈമാറി. സത്യം പുലരും, സത്യം പുലരാനുള്ളതാണ്. അത് ഏത് കാലത്തും എപ്പോഴും സത്യം പുലരാനുള്ളതാണ്, മിഥ്യ തകരാനുള്ളതാണ്. അതുകൊണ്ട് സത്യത്തിന് മാത്രമേ വിജയമുള്ളൂ. സത്യത്തോടൊപ്പം നിൽക്കണം. സമൂഹത്തോട് പ്രവാചകൻ ആഹ്വാനം ചെയ്തതായിരുന്നു. ഇങ്ങനെയാണ് ഫത്ഹ് മക്ക സംഭവിച്ചത്. അല്ലാതെ ഫത്ഹ് മക്ക ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റമോ വെട്ടിപ്പിടുത്തമോ സാമ്രാജ്യത്തെ അധിനിവേശമോ ഒന്നും ആയിരുന്നില്ല. ഒരാളോട് പോലും പ്രവാചകൻ പറഞ്ഞില്ല, നിങ്ങൾ മതം മാറി എൻ്റെ മതത്തിലോട്ട് വാ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ
മോക്ഷം തരാം എന്നൊന്നും പറഞ്ഞില്ല. ഇദ്ഹബു അൻതും തുലഖ, നിങ്ങൾക്കൊക്കെ പോകാം, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. ഈ സ്വാതന്ത്ര്യമാണ് പ്രഖ്യാപനം. ഖുർആനിന്റെ, പ്രവാചകന്റെ, ദീനിന്റെ പ്രഖ്യാപനം മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നും ഒരു തലത്തിലും മതങ്ങളിൽ നിന്നുണ്ടാകരുത്. മതങ്ങളിൽ നിന്നുണ്ടായാൽ അത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് ദൈവധികാരമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ഫത്ഹ് മക്ക റമദാനിൽ ഓർക്കപ്പെടണം. ഓർക്കപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അതിർവരമ്പുകളിട്ട് വിശുദ്ധനെന്നും കൊള്ളരുതാത്തവനെന്നും സ്വർഗത്തിലെന്നും നരകത്തിലെന്നും ഒക്കെ വേലി കെട്ടി വേർതിരിച്ച് മനുഷ്യനെ വിധിക്കുന്ന ആളുകൾക്ക് ഫത്ഹ് മക്ക ഒരു പാഠമാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ളത്, പ്രവാചകൻ ഹിന്ദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭൂതകാലത്ത് ചെയ്ത തെറ്റുകൾ ഭാവിയിൽ സത്യം ഉൾക്കൊള്ളുന്നതിന് തടസ്സമായിരിക്കരുത്. നിങ്ങൾ ഭൂതകാലത്ത് ചെയ്ത തെറ്റുകളുടെ ഭാണ്ഡങ്ങളും പേറി നടക്കരുത്, അതിറക്കി വെച്ചേക്കണം. എന്നിട്ട് പുതിയ മനുഷ്യനാവുക, പുതിയ ചിന്തകളോടെ നല്ലവനായി ജീവിക്കുക, നല്ലവളായി ജീവിക്കുക. പഴയ ഭാണ്ഡങ്ങളും പേറി നടക്കരുത്. ഹംസയെ കൊന്നവളോടാണ് പ്രവാചകൻ പറയുന്നത്, നമ്മൾ ഓർക്കണം. ഈ ഒരു വിശാലതയുടെ, സ്നേഹത്തിൻ്റെ, എങ്ങനെയാണ് മനുഷ്യനെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ യുദ്ധമായി, പ്രവാചകന്റെ ചരിത്രത്തെ യുദ്ധത്തിന്റെ ചരിത്രമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ അറിയണം, പ്രവാചകൻ സമൂഹത്തെ മാറ്റുന്നതിന് പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടൂൾ അത് സ്നേഹമായിരുന്നു. മനുഷ്യനെ ചേർത്ത് നിർത്തുക. ഹിന്ദിനെ ചേർത്ത് നിർത്തിയ പ്രവാചകൻ, വഹ്ഷിയെ ചേർത്ത് നിർത്തിയ പ്രവാചകൻ, സമൂഹത്തെ ഒന്നാകെ ചേർത്ത് നിർത്തിയ പ്രവാചകൻ. അവരോട് പറഞ്ഞു, ഇദ്ഹബു അൻതും തുലഖ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, പ്രതികാരം ചെയ്യാൻ ഞാൻ ആളല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, പോവുക. ഈ ഒരു പ്രഖ്യാപനം നടത്താനാണ് മതങ്ങൾ തയ്യാറാകേണ്ടത്, മതാധികാരികൾ തയ്യാറാകേണ്ടത്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഉദ്ഘോഷിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലി വലക്കും വ അസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന്. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അകമ്പൊരുൾ ഭവനിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കും. 20-ാം തീയതി വെള്ളിയാഴ്ച ശവ്വാൽ 1 രാവിലെ 8 മണിക്കാണ് നമ്മുടെ നിസ്കാരം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 20-ാം തീയതി വെള്ളിയാഴ്ച നേരത്തെ തന്നെ എല്ലാവരും വന്ന് ഇവിടുത്തെ നിസ്കാരത്തിൽ പങ്കാളികളാകണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ പെരുന്നാൾ ദിവസത്തിൽ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്, പുണ്യമാണ് ഫിത്ർ സക്കാത്ത്. ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളത് ഈ അരി കൊടുക്കുക എന്നുള്ളതാണ്. ഗാലിബി കൂത്തിൽ ബലദി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന സാധാരണ ധാന്യമാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതൊരു കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. ഫിത്ർ സക്കാത്തിൻ്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, അന്നത്തെ ഒരു ദിവസവുമെങ്കിലും എല്ലാവരും സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുക എന്നാണ്. എപ്പോഴും മനുഷ്യൻ സന്തോഷിക്കണം, എപ്പോഴും ആനന്ദിക്കണം. അന്നത്തെ ഒരു ദിവസം എങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും ആനന്ദിക്കണം, ജാതി മത ഭേദമില്ലാതെ സകലരും. അതിനെന്താണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്.
അതൊരു കാലത്ത് ധാന്യമായിരുന്നു, അരിയായിരുന്നു. പക്ഷെ ഇന്ന് അരിയല്ല. അബൂ ഹനീഫ ഇമാം പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് എന്താണോ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് അത് കൊടുക്കണം എന്നാണ്. അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, മരുന്നാണെങ്കിൽ മരുന്ന്, ഇനി അതൊന്നുമല്ല, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, അത് കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് സാധാരണ നമ്മൾ പറയാറുള്ളത് 2.5 കിലോ അരിയുടെ കാശ് എന്നാണ്. അതൊരു കണക്ക് എന്നുള്ള നിലക്കാണ്. അതിന് ആളുകൾ ഇങ്ങനെ 2.5 കിലോ അരി തൂക്കിയിട്ട് അതിൻ്റെ ഒരു മണി കൂടിപ്പോകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല എന്നൊക്കെ കരുതി അങ്ങനെയൊന്നുമില്ല. 2.5 കിലോ അരിയുടെ കാശെന്ന് പറയുന്നത് സാധാരണ നിലക്ക് കണക്കാക്കപ്പെടുന്ന ഒരു കണക്കാക്കൽ മാത്രമാണ്. അതാണ് അതിൻ്റെ പരമാവധി എന്നാലും വിചാരിക്കേണ്ട. അപ്പോൾ എന്താണോ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് അത് കൊടുക്കണം. നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള കുട്ടികൾക്ക് ഈ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ലേ? നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് ഇപ്രാവശ്യം ഡ്രസ്സായിരിക്കട്ടെ. നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള മനുഷ്യൻ രോഗിയാണ്, ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, കാശില്ലേ, എങ്കിൽ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഫിത്ർ സക്കാത്ത് മരുന്നായിരിക്കട്ടെ. അപ്പുറത്തെ വീട്ടിന് വാതിലില്ലാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ പെരുന്നാൾ സമ്മാനം ഒരു വാതിലായിരിക്കട്ടെ. അരി മാത്രമേ കൊടുക്കാവൂ, അതാണ് ഫിത്ർ സക്കാത്ത് എന്നില്ല. മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്നത് എന്തും അങ്ങനെയാകാം. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന് നിശ്ചിതമായ ഒരു രൂപമൊന്നുമില്ല. ഇമാം അബൂ ഹനീഫയുടെ രീതി അതാണ്. അല്ലാതെ ഇപ്പോൾ 2 രൂപയ്ക്കും 1 രൂപയ്ക്കും ഒക്കെ ഗവൺമെൻറ് അരി കൊടുക്കുന്ന ഒരു കാലത്ത്, അരി ആവശ്യമില്ലാത്തൊരു കാലത്ത് അരി വീണ്ടും വീണ്ടും കൊണ്ടുപോയി കൊടുത്ത് അരിയുടെ ഒരു ഗോഡൗണാക്കി വീടുകൾ മാറ്റുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞു കൊടുക്കണം. ചടങ്ങാവരുത്, മറിച്ച് അതിൻ്റെ ഉദ്ദേശ്യമാണ് വേണ്ടത്. മനസ്സിൽ സന്തോഷം നിറക്കണം. അതും ദൂരെ എങ്ങും കൊണ്ടു കൊടുക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ ചുറ്റുഭാഗത്ത്, അവിടെ മതം നോക്കരുത്. അപ്പുറത്തുള്ളത് കല്യാണി അമ്മയാണെങ്കിൽ കല്യാണി അമ്മയ്ക്ക് ഒരു ബ്ലൗസ് വാങ്ങി കൊടുക്കലാണ് ഫിത്ർ സക്കാത്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കാരണം ഈ കല്യാണി അമ്മയും അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. ഇത് മുസ്ലിമിന് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ വിചാരിക്കുന്നത് പടച്ചവനെ അറിയാത്തത് കൊണ്ടും പടച്ചവനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ്. അതിനാൽ ഫിത്ർ സക്കാത്ത് ആവശ്യമുള്ള വിധത്തിൽ കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അത് ശേഖരിച്ച് കൊടുക്കുന്ന മഹല്ല് സംവിധാനങ്ങളുണ്ട്. അവിടെയൊക്കെ അരിയാണ് പ്രധാനമായും കൊടുക്കുന്നത്. അതുകൊണ്ട് അരി ആവശ്യമുള്ളിടത്തായിക്കോട്ടെ, പക്ഷെ ആവശ്യമില്ലാത്തയിടത്ത് അരി കൊടുക്കേണ്ടതില്ല എന്നാണ് ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച അകമ്പൊരുളിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഖുതുബയിൽ. അത് മറ്റൊന്നുമല്ല, ഇൻഷാ അല്ലാഹ് അധികം താമസിയാതെ ഈ വെക്കേഷൻ കഴിയുന്നതിന് മുൻപ് കുട്ടികൾക്ക് നമ്മളൊരു മദ്രസ അകമ്പൊരുളിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അകമ്പൊരുളിൻ്റെ വിലാസത്തിൽ ഒരു മദ്രസ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓൺലൈനായിട്ട് ലോകത്തെമ്പാടുമുള്ള കുട്ടികൾക്ക്. മലയാള ഭാഷയിലാണ് നമ്മൾ തുടക്കത്തിൽ ആരംഭിക്കുന്നത്. ക്രമത്തിൽ അത് ഇംഗ്ലീഷിലേക്കൊക്കെ നമുക്കാക്കാം. അപ്പോൾ അകമ്പൊരുൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ദർശനം, മാനവികമായ ദർശനത്തെ കുട്ടികൾക്ക്, അത് 8 വയസ്സ് മുതൽ 10-18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൈമാറാൻ കഴിയുന്ന വിധത്തിൽ ഇൻഷാ അല്ലാഹ് സംവിധാനിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ വെക്കേഷൻ സമയത്ത് തന്നെ അത് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിമിതമായ കുട്ടികൾക്കാണ് ആദ്യം നമ്മൾ അഡ്മിഷൻ നൽകുക, പിന്നീട് നമുക്കത് വിപുലീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ പിറകെ നിങ്ങൾക്ക് വരും എന്ന് കരുതാം. അത് അതിൻ്റെ ഓഫീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്രമത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം 8 മണിക്ക് വരുന്ന വെള്ളിയാഴ്ച ഇവിടെ ആരംഭിക്കും. സാധാരണ പോലെ പെരുന്നാൾ നിസ്കാരവും ഭക്ഷണവും അതിനുശേഷമുള്ള ചില കലാപരിപാടികളൊക്കെ ഉണ്ടാകും. എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.